സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള 6ാമത്തെ ഭാഗം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ പറയുന്നത് ഏതാനും ചില പേരുകളാണ്. 5 പേരുകൾ. ഈജിപ്തും സെഹിയോൻ മാളികയും കാൽവരിയും അൾത്താരയും നിത്യ പറുദീസായും. ഇവ തമ്മിലുള്ള ബന്ധമാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പഴയ നിയമ പ്രതീകങ്ങളും സൂചകങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടു. ഇന്നത്തെ 5 പേരുകൾ ഇവ എങ്ങനെ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പൗരസ്ത്യ സുറിയാനി സഭാപിതാവായ വിശുദ്ധ എഫ്രേം ഇവ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സുറിയാനി ഭാഷയിൽ എഴുതിയ പദ്യത്തിൻ്റെ തർജ്ജിമ ഇങ്ങനെയാണ്: പഴയ നിയമത്തിൽ പ്രതീകങ്ങൾ, സെഹിയോനിൽ അവയുടെ യാഥാർത്ഥ്യം, കാൽവരിയിൽ അതിൻ്റെ പൂർത്തീകരണം, അൾത്താരയിൽ അതിൻ്റെ തുടർച്ച, നിത്യപരദീസായിൽ അതിൻ്റെ പൂർണ്ണത കൈവരുന്നു. പഴയ നിയമത്തിലെ ഈജിപ്തിലെ കുഞ്ഞാടും പുളിപ്പില്ലാത്ത അപ്പവും ഇസ്രായേലിൻ്റെ യാത്രയിലെ മന്നയും മാറായിലെ ജലവും തീക്കട്ടയും പ്രതീകങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈജിപ്തിലെ അവരുടെ പെസഹാ ഭക്ഷണമാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ദിവസം അവർ നടത്തിയ, ഈജിപ്തിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ അവരാചരിച്ച പെസഹ, അത് പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. സെഹിയോൻ മാളികയിലാണ് അത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുക. അർപ്പിക്കപ്പെടാനിരിക്കുന്ന ശരീരമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. പഴയ നിയമത്തിലെ പ്രതീകം സെഹിയോനിൽ യാഥാർത്ഥ്യമാവുകയാണ്. അതിൻ്റെ പൂർത്തീകരണമാണ് കാൽവരിയിൽ യഥാർത്ഥ കുഞ്ഞാട്. ജെറൂസലം ദേവാലയത്തിൽ പാപമോചനത്തിനായിട്ട് കുഞ്ഞാട് ബലിയർപ്പിച്ച അതേ സമയം യഥാർത്ഥ കുഞ്ഞാടായ ഈശോ ലോകപാപങ്ങൾക്ക് വേണ്ടി എല്ലാ ബലികളുടെയും പൂർത്തീകരണം നടത്തി. അത് സെഹിയോനിൽ യാഥാർത്ഥ്യവൽക്കരിച്ചത് കാൽവരിയിൽ പൂർത്തീകരിക്കുകയായിരുന്നു. കാൽവരിയിലെ ബലി അൾത്താരയിൽ തുടരുന്നു. ഈശോ തന്നെ ആ ബലി വൈദികന്റെ കരങ്ങളിലൂടെ രക്തരഹിതമായിട്ട് അർപ്പിക്കുന്നു. കർത്താവിൻ്റെ ഈ ബലി ഇവിടെയും പൂർത്തിയാകുന്നില്ല. സ്വർഗീയ പറുദീസായിലാണ് അതിൻ്റെ പൂർത്തീകരണം. സഭ മഹത്വീകരിക്കപ്പെട്ട് മഹത്വീകൃതനായ കർത്താവിൻ്റെ നേതൃത്വത്തിൽ നിത്യപറുദീസായിൽ ബലി അർപ്പിക്കുമ്പോഴാണ് ബലി പൂർത്തിയാകുന്നത്. സ്വർഗത്തിലെ അൾത്താരയെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 8 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുക. അവിടെ അർപ്പിക്കുന്ന ബലി, അതാണ് പരിപൂർണത. ഈ 5 സ്ഥലങ്ങൾ ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈജിപ്തിൽ പ്രതീകങ്ങൾ, സെഹിയോനിൽ അതിൻ്റെ യാഥാർത്ഥ്യം, കാൽവരിയിൽ അതിൻ്റെ പൂർത്തീകരണം, അൾത്താരയിൽ അതിൻ്റെ തുടർച്ച, നിത്യപറുദീസായിൽ അതിൻ്റെ പരിപൂർണതയിൽ എത്തും. അതിനായി തുടരുന്ന ബലിയിൽ നമുക്ക്
ഈശോയോടൊപ്പം ബലിവസ്തുവായി അർപ്പിക്കപ്പെടാം.